പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 16ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 കെമിസ്ട്രിയിലെ ഹൈഡ്രജൻ എന്ന 9ാമത്തെ ചാപ്റ്ററാണ്. കഴിഞ്ഞ 15 എപ്പിസോഡുകളിലായി +1 കെമിസ്ട്രിയിലെ 8 ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട മറ്റ് പോയിൻറ്റ്സുകളും പ്രീവിയസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഏതായാലും നമുക്കിന്ന് ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിലേക്ക് വരാം. ആദ്യ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് നോക്കൂ. നെയിം ദി കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ക്ലാർക്സ് മെത്തേഡ്സ് ഫോർ ദി റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഹാർഡ് വാട്ടർ നമുക്കറിയാം. ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കുന്ന പ്രോസസ്സിനാണ് റിമൂവൽ ഓഫ് ഹാർഡ്നെസ് എന്ന് പറയാം. ഈ റിമൂവൽ ഓഫ് ഹാർഡ്നെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് ക്ലാർക്സ് മെത്തേഡ്. ഇതിലുപയോഗിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്, അതിൻ്റെ പേര് പറയുക എന്നാണ്. ക്ലാർക്സ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന സ്ലേക്കഡ് ലൈമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. സ്ലേക്കഡ് ലൈം ക്ലാർക്സ് പ്രോസസ്, അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നോർത്താലും മതി. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 2. സബ്സ്റ്റാൻഷിയേറ്റ് ദി ആംഫോട്ടറിക് നേച്ചർ ഓഫ് വാട്ടർ വിത്ത് സ്യൂട്ടബിൾ കെമിക്കൽ ഇക്വേഷൻ. ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആംഫോട്ടറിക് കോമ്പൗണ്ട്. ആംഫോട്ടറിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ കോമ്പൗണ്ട് വിച്ച് ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. വാട്ടർ ഒരു ആംഫോട്ടറിക് കോമ്പൗണ്ടാണ്. അതിന് ആസിഡായും ബേസായും പ്രവർത്തിക്കാൻ പറ്റും. നോക്കൂ, എക്സാമ്പിൾ NH3 + H2O gives NH4+ OH-. ഈ റിയാക്ഷനിൽ H2O H+നെ വിട്ടുകൊടുത്തിരിക്കുന്നു, ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് H2O എന്ന് പറയുന്നത് ആസിഡാണ്. മാത്രമല്ല അമോണിയ എന്ന് പറയുന്നത് ബേസിക് നേച്ചറുള്ള ആളാണ്. അപ്പോൾ അമോണിയയും വാട്ടറും തമ്മിൽ പ്രവർത്തിക്കുന്ന റിയാക്ഷനിൽ വാട്ടർ ആക്ട് ആസ് ആസിഡ്. ദ നെക്സ്റ്റ് റിയാക്ഷൻ HNO3 + H2O. നൈട്രിക് ആസിഡും വാട്ടറും തമ്മിലുള്ള റിയാക്ഷനിൽ വാട്ടർ മോളിക്യൂൾ H+നെ സ്വീകരിച്ചേക്കാണ്. ആരിൽ നിന്ന്? HNO3യിൽ നിന്ന്. Therefore, acceptor of H+ ion, that is base. അപ്പോൾ ആ രണ്ടാമത്തെ റിയാക്ഷനിൽ H2O ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസിഡായും ബേസായും പ്രവർത്തിക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? വാട്ടറിന് പറ്റുന്നുണ്ട്. Therefore, water is a amphoteric compound. Next question B. What is mean by 100 volume H2O2? പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ 100 വോള്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 30% സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് കാൾഡ് 100 വോള്യം H2O2. 30% ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100 ml സൊല്യൂഷൻ എടുത്താൽ അതിൽ 30 ml ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സൊല്യൂഷനാണ് 30%, അതായത് 30% ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ എന്ന് പറയാം. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ 30% ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ml എടുത്താൽ ദാറ്റ് ഗിവ് 100 വോള്യം ഓഫ് ഓക്സിജൻ. 100 വോള്യം ഓക്സിജൻ അത് ലിബറേറ്റ് ചെയ്യും അറ്റ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതാണ് എൻ്റെ മീനിങ്. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ മോളിക്കുലാർ ഹൈഡ്രൈഡ്? ഹൈഡ്രൈഡുകൾ പ്രധാനമായി 3 ടൈപ്പാണുള്ളത്. അപ്പോൾ അതിന് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ബൈനറി കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ബൈനറി കോമ്പൗണ്ടാണ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും വേറൊരു എലമെൻറ്റും കൂടിച്ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടിനാണ് ഹൈഡ്രൈഡ് എന്ന് പറയാം. ഈ ഹൈഡ്രൈഡ് 3 ടൈപ്പാണുള്ളത്. അതിലൊന്ന് അയോണിക് ഹൈഡ്രൈഡ്. എസ് ബ്ലോക്ക് മെറ്റൽസ് ഹൈഡ്രജനുമായി കൂടിച്ചേർന്നുണ്ടാവുന്ന അയോണിക് ഹൈഡ്രൈഡ്. എക്സാമ്പിൾ ലിഥിയം ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ലിഥിയം ഹൈഡ്രൈഡ്.
സോഡിയം ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രൈഡ്, ഇതിനാണ് എന്ത് പറയുക, അയോണിക് ഹൈഡ്രൈഡ് എന്ന് പറയാം. എന്നാൽ വേറൊന്നുണ്ട്, പി ബ്ലോക്കിലെ നോൺ മെറ്റലായ ആറ്റംസുമായി എലമെൻറ്റുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്താൽ അതിനെ നമ്മൾ പറയും കോവാലൻ്റ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്. എക്സാമ്പിളാണ് NH3. ക്ലിയർ? NH3. വേറൊന്നാണ് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്. ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ D ബ്ലോക്ക് F ബ്ലോക്ക് എലമെൻസുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഹൈഡ്രൈഡിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മെറ്റാലിക് ഹൈഡ്രൈഡ് എന്നറിയപ്പെടുന്നത്. അതിലെ സിയും ഡിയും മെറ്റാലിക് ഹൈഡ്രൈഡാണ്. എ അയോണിക് ഹൈഡ്രൈഡാണ്, ബി മോളിക്കുലാർ ഹൈഡ്രൈഡാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് താഴെ തന്നിരിക്കുന്നതിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ് ഏതാണ്? NH3 ആണ്. ഓക്കെ, വാട്ട് ഈസ് ഹൈഡ്രൈഡ്? ഹൈഡ്രൈഡ് ഈസ് എ ബൈനറി കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. അതായത് സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, പ്രിപ്പറേഷൻ ആൻഡ് ഇറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ. അതാണ് 2019 മാർച്ചിൽ ചോദിച്ച ചോദ്യം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണത്. സ്ട്രക്ചർ അതാ ഒരു ലാപ്ടോപ്പ് തുറന്നു വെച്ചതുപോലെ ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പൺ ലാപ്ടോപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഒരു ലാപ്ടോപ്പ് ഇങ്ങനെ തുറന്നു വെച്ചതുപോലെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഹൈഡ്രജൻ, മറ്റൊരു പ്ലെയിനിൽ വേറെ ഹൈഡ്രജനും. 2 ഓക്സിജൻ ഉള്ളത് എവിടെയാണ്? ആ ജോയിൻറ്റിൽ, ആ ബുക്കിൻ്റെ ജോയിൻ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ആ മടങ്ങിയിട്ട് ഇങ്ങനെ തിരിയുന്ന ഭാഗം, അവിടെ ഓക്സിജൻ നിൽക്കും. വരച്ച് പഠിക്കുക. ഗ്യാസ് ഫേസിലുള്ള ചിത്രമുണ്ട്, സോളിഡ് ഫേസിലുള്ളതുമുണ്ട്. സോളിഡ് ഫേസിലാവുമ്പോൾ ആ 2 ലീഫും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എന്നാൽ ഗ്യാഷ്യസ് ഫേസിലാണെങ്കിൽ ആ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് കുറച്ചുകൂടെ അങ്ങനെ അങ്ങോട്ട് നീണ്ടു 111 ഡിഗ്രി വരെ അതങ്ങോട്ട് അകന്നു നിൽക്കും. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് പഠിച്ചു. ഇനി എന്താ പ്രിപ്പറേഷൻ? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ അസിഡിഫൈയിങ് ബേരിയം പെറോക്സൈഡ്. ആ വാക്കെങ്കിലും പഠിച്ചു വെക്കുക. ബേരിയം പെറോക്സൈഡിനെ അസിഡിഫൈ ചെയ്യുക. അങ്ങനെ അസിഡിഫൈ ചെയ്താൽ, അസിഡിഫൈ ചെയ്യാൻ ആസിഡുമായിട്ട് പ്രവർത്തിപ്പിക്കുക. HCl H2SO4 ആവട്ടെ, അതാ റിയാക്ഷൻ അവിടെ. ഇതാണ് പ്രിപ്പറേഷൻ. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ പറയാനുണ്ട്. കെമിക്കൽ റിയാക്ഷൻ അതവിടെ താഴെ കിടക്കുന്നു. വെൻ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ് സൺലൈറ്റിൽ തുറന്നു വച്ചാൽ ഇത് ഡീകമ്പോസസ് സ്ലോലി ആൻഡ് ഫോം ഓക്സിജൻ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമായിട്ട് മാറും. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡിനെ കീപ്പ് ചെയ്യുന്നത് ഡാർക്ക് ബ്രൗൺ ബോട്ടിലാണ്. എന്തുകൊണ്ട്? മറ്റൊന്നുമല്ല, കാരണം ഡാർക്ക് ബോട്ടിലാവുമ്പോൾ അകത്തേക്ക് ലൈറ്റ് പ്രവേശിക്കില്ല. ലൈറ്റ് പ്രവേശിക്കാതിരിക്കുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യില്ല? ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനായിട്ട് മാറില്ല. അതുകൊണ്ടാണ് ഡാർക്ക് ബ്രൗൺ ബോട്ടിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, 2018 ഓഗസ്റ്റ് മാസം, അതായത് ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രൈഡ്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം എത്ര ടൈപ്പ് ഹൈഡ്രൈഡ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു 3 ടൈപ്പ്. വാട്ട് ഈസ് ഹൈഡ്രൈഡ്? ബൈനറി കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഏതാണ്? ഒന്ന് അയോണിക് ഓർ സലൈൻ ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. എസ് ബ്ലോക്ക് എലമെൻസുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഹൈഡ്രൈഡിനെ നമ്മൾ പറയും അയോണിക് ഹൈഡ്രൈഡ്, അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ് ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്. എക്സാമ്പിൾ അതാ NaH, Na സോഡിയം, ദാറ്റ് ഈസ് എസ് ബ്ലോക്ക് എലമെൻറ്റ്. KH, CaH2, BaH2, ഇതൊക്കെ അയോണിക് ഹൈഡ്രൈഡിന് എക്സാമ്പിളാണ്. അടുത്ത കോവാലൻ്റ് ഹൈഡ്രൈഡ്, പി ബ്ലോക്ക് എലമെൻറ്റുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടാണ്. CH4, NH3, H2O, HF, ഇതൊക്കെ കോവാലൻ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്.
പ്രത്യേകമായൊരു കാര്യം പറയാനുള്ളത്, കോവാലൻ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ് 3 ടൈപ്പാക്കി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഇലക്ട്രോൺ കുറവുള്ളത്. വേണമെങ്കിൽ എക്സാമ്പിൾ എഴുതിക്കോളൂ, B2H6 ഡൈബൊറൈൻ, B2H6. മറ്റൊന്നാണ് ഇലക്ട്രോൺ പ്രിസൈസ്, CH4, എക്സാമ്പിൾ എഴുതിക്കോളൂ. ഇലക്ട്രോണിൻ്റെ എണ്ണം വളരെ കൃത്യമായിട്ട് വരുന്നത്, അധികവുമില്ല കുറവുമില്ല. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്നാൽ ഇലക്ട്രോൺ കുറവുള്ളതാണ്, അതിന് എക്സാമ്പിളാണ് B2H6. വേറൊന്നാണ് ഇലക്ട്രോൺ റിച്ച്, അധികം ഇലക്ട്രോൺ ഉള്ളത്, ലോൺ പെയർ ഇലക്ട്രോണുകളുള്ള മോളിക്യൂളാണ്, കോവാലൻ്റ് ഹൈഡ്രൈഡാണ്. എക്സാമ്പിളാണ് NH3, H2O, ഇതൊക്കെ ക്ലിയർ. ദെൻ തേർഡ് വൺ മെറ്റാലിക് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്. D ബ്ലോക്ക് F ബ്ലോക്ക് എലമെൻറ്റുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഹൈഡ്രൈഡിനാണ് മെറ്റാലിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് D ബ്ലോക്കിലെ 7, 8, 9 ഗ്രൂപ്പുകൾ ഹൈഡ്രൈഡ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഈ 3 ഗ്രൂപ്പിനെ നമ്മളൊരു പേര് പറയും, ഹൈഡ്രൈഡ് ഗ്യാപ്പ്. ഹൈഡ്രൈഡ് ഗ്യാപ്പ് നല്ല ഓർത്തിരിക്കുക. ഹൈഡ്രൈഡ് ഗ്യാപ്പിന് കാരണമാകുന്ന ഗ്രൂപ്പുകൾ ഏതെല്ലാം? ഗ്രൂപ്പ് 7, 8, 9 തുടങ്ങിയതാണ്. ക്ലിയർ. ദേ കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മെറ്റാലിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ലോഹങ്ങളെപ്പോലെ അതിലൂടെ വൈദ്യുതി കടന്നു പോകും. ഓക്കെ, എക്സാമ്പിൾ അതാ ലന്താനം ഹൈഡ്രൈഡ്, എറ്റർബിയം ഹൈഡ്രൈഡ്, ടൈറ്റാനിയം ഹൈഡ്രൈഡ്, സിർക്കോണിയം ഹൈഡ്രൈഡ്, വെനേഡിയം ഹൈഡ്രൈഡ്, നിക്കൽ ഹൈഡ്രൈഡ്, പലേഡിയം ഹൈഡ്രൈഡ് എക്സെട്ര. ഇതിനെ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ് എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. കാരണം ആ മെറ്റലിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ വോയിഡിൽ ഹൈഡ്രജൻ വന്ന് നിൽക്കുമ്പോഴാണ് ഇത്തരം ഹൈഡ്രൈഡ് ഉണ്ടാവുക എന്നതുകൊണ്ട് ഇതിനെ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ് എന്നും പറയാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഗിവ് എ റീസൺ ഫോർ ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിന് കാരണം പറയുക. H2O2 is stored in a wax line glass or plastic vessel in ഡാർക്ക് വെസലിൽ അല്ലെങ്കിൽ വാക്സ് കൊണ്ട് ലൈൻ ചെയ്ത ഗ്ലാസ്സിൽ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂക്ഷിക്കാറ്. എന്തുകൊണ്ട്? ദിസ് ഈസ് ബിക്കോസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് H2O2 ഡീകമ്പോസസ്. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് വാട്ടറും ഓക്സിജനുമായി മാറുന്നത് കൊണ്ടാണ് ഇതിനെ ഡാർക്ക് വെസലിൽ വെക്കുന്നത്. അങ്ങനെ വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് ലൈറ്റ് പ്രവേശിക്കില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹാർഡ് വാട്ടർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോണ്ട്രി. അലക്കാൻ മറ്റു വാഷിംഗ് പർപ്പസിനൊന്നും ഹാർഡ് വാട്ടർ പൊതുവെ യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ട്? ഹാർഡ് വാട്ടർ ഡസ് നോട്ട് റെഡിലി ഫോം ലേദർ വിത്ത് സോപ്പ്. സോപ്പ് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൽ എന്ത് ചെയ്യില്ല? ഹാർഡ് വാട്ടറിൽ സോപ്പ് പതയില്ല. അതുകൊണ്ടാണ് ഇത് ലോണ്ട്രി പർപ്പസിന് ഹാർഡ് വാട്ടർ യൂസ് ചെയ്യാത്തത്. 7th വൺ, there are 2 types of hardness of water, temporary hardness and permanent hardness. Give the reason for temporary hardness. ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം ഓർ മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിൻ്റെയോ കാൽസ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അത്തരം വാട്ടർ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാകും, താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകും. ഓക്കെ, സജസ്റ്റ് വൺ മെത്തേഡ് ടു റിമൂവ് പെർമനൻ്റ് ഹാർഡ്നെസ്. പെർമനൻ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറയുക. വാഷിംഗ് സോഡ ആഡ് ചെയ്താൽ മതി ഹാർഡ് വാട്ടറിലേക്ക്. വാഷിംഗ് സോഡ ആഡ് ചെയ്താൽ, വാഷിംഗ് സോഡ എന്ന് കേട്ടില്ലേ, അലക്കുകാരം ചേർത്താൽ പെർമനൻ്റ് ഹാർഡ്നെസ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അതിൽ ബി, H2O2 is an important chemical. Write a method to prepare hydrogen peroxide. ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തായിരുന്നു? ബേരിയം പെറോക്സൈഡിനെ ആസിഡിഫൈ ചെയ്താൽ മതി.
അതിൻ്റെ കൂടെ മറ്റൊരു ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റ് ദി സ്ട്രക്ചർ ഓഫ് H2O2. ആ സ്ട്രക്ചർ വരക്കണം. ഏതായിരുന്നു സ്ട്രക്ചർ? ഓപ്പൺ ലാപ്ടോപ്പ് സ്ട്രക്ചർ. ക്ലിയർ? അതൊന്ന് വരച്ച് നോക്കുക. നേരത്തെ പഠിച്ചത് ശരിയാണോ നോക്കുക. ഓക്കെ, പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഘടന. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഈസ് ദി മോസ്റ്റ് അബണ്ടൻ്റ് എലമെൻറ്റ് ഇൻ ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകമാണ് ഹൈഡ്രജൻ. ബട്ട് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് നോട്ട് ഫൗണ്ട് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ. സ്വതന്ത്രമായ ലെവലിൽ ഹൈഡ്രജൻ അന്തരീക്ഷത്തിലില്ല. നമ്മൾ അന്തരീക്ഷത്തിൽ ഓക്സിജന്, നൈട്രജന്, ആർഗണ്, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ തുടങ്ങിയ ആൾക്കാർ മാത്രമേ നമ്മളെ അന്തരീക്ഷത്തിലുള്ളൂ. ആരില്ല പിന്നെ? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ സ്വതന്ത്രമായിട്ടില്ല. ഏതായാലാവട്ടെ, സജസ്റ്റ് എനി 3 മെത്തേഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. താഴെ തന്നിരിക്കുന്ന സബ്സ്റ്റൻസുകളെ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാനുള്ള 3 മെത്തേഡ് പറയുക. ഒന്ന് സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ കിട്ടും. വേറൊന്ന് സിങ്ക് HCl-മായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. വേറൊന്ന് കാഡ്മിയം ഹൈഡ്രൈഡ്, അത് HCl-മായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ലഭിക്കും. ഓക്കെ, 3 പറഞ്ഞാൽ മതി. നമുക്കിനി ബാക്കിയുള്ള ആളെ പറയേണ്ട ആവശ്യമുണ്ടോ? അലൂമിനിയം സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് പ്രവർത്തിപ്പിച്ചാൽ മതി, എന്നാൽ ഹൈഡ്രജൻ കിട്ടും. ശരി, എല്ലാം അവിടെ ഉണ്ടല്ലോ. ആ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോഡിയം വാട്ടർ ഇട്ട്, അതിലത് വാട്ടർ ഉണ്ടല്ലോ. സിങ്ക് HCl-മായി, കാൽസ്യം ഹൈഡ്രൈഡ് വാട്ടറുമായി, അലൂമിനിയം സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 3 മാർക്കാണ് വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ബി, ഡു യു എക്സ്പെക്റ്റ് കാർബൺ ഹൈഡ്രൈഡ് ഓഫ് ദി ടൈപ്പ് CnH2n+2 ടു ആക്ട് ആസ് ലൂയിസ് ആസിഡ് ഓർ ബേസ്? വൈ? CnH2n+2 എന്ന് പറഞ്ഞാൽ ആൽക്കെയിനാണ്. ആൽക്കെയിൻ എക്സാമ്പിളാണ് CH4. അതായത് N-ന് 1 വരുമ്പോൾ CH4 ആവും. ദാറ്റ് ഇസ് മീതെയിൻ. ഇത് ലൂയിസ് ആസിഡായോ ബേസായോ പ്രവർത്തിക്കുമോ? എന്തുകൊണ്ട്? അതായത് പ്രവർത്തിക്കില്ല. കാരണം അത് ഇലക്ട്രോൺ പ്രിസൈസ് കോവാലൻ്റ് ഹൈഡ്രൈഡാണ്. അതിലെന്തില്ല? നോട്ട് കണ്ടെയ്ൻ വാക്കൻ്റ് ഓർബിറ്റൽ. അതിൽ കാലിയായ ഓർബിറ്റൽസ് ഇല്ല. മാത്രമല്ല ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുമില്ല. ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടെങ്കിലാണ് അതെന്താവുക? ബേസ് ആവുക. വാക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടെങ്കിലാണ് അത് ആസിഡ് ആവുക. ഇത് രണ്ടുമില്ലാത്തത് കൊണ്ട് CnH2n+2 എന്ന് പറയുന്ന ഹൈഡ്രൈഡ് എന്തല്ല? ലൂയിസ് ആസിഡുമല്ല, ലൂയിസ് ബേസുമല്ല. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ സെപ്റ്റംബർ 2016 ക്വസ്റ്റ്യനാണ്. ഹൈഡ്രജൻ്റെ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ്റെ സ്ഥാനം, അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുക. നമുക്കറിയാം ഹൈഡ്രജന് 1ാം ഗ്രൂപ്പായ ആൽക്കലി മെറ്റലുമായി സാദൃശ്യവും വ്യത്യാസവുമുണ്ട്, ഡിഫറൻസുമുണ്ട്, സിമിലാരിറ്റിയുമുണ്ട്. ഇതേ ഹൈഡ്രജന് 17ാം ഗ്രൂപ്പായ ഹാലജനുമായി സിമിലാരിറ്റിയുണ്ട്, അതോടൊപ്പം ഡിഫറൻസുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ഗ്രൂപ്പിലും ഹൈഡ്രജനെ വെക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാര്യം 2 ഗ്രൂപ്പുമായും സാമ്യതയുമുണ്ട്, വ്യത്യാസവുമുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പിൽ വെക്കാൻ പറ്റില്ല. ആ കാരണം കൊണ്ട് ഹൈഡ്രജനെ ഒരു പ്രത്യേക സ്ഥാനം നൽകി പീരിയോഡിക് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അത് 1ാം ഗ്രൂപ്പിലും അല്ല, 17ാം ഗ്രൂപ്പിലും അല്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഇത് മലയാളത്തിലാണ് എഴുതി വെച്ചാൽ തന്നെ 3 മാർക്കോ 2 മാർക്കോ നമുക്ക് ലഭിക്കും. ഓക്കെ, പഠിച്ചു വെക്കണം. എന്താ ഇപ്പോൾ പറഞ്ഞത്? ഹൈഡ്രജന് ഫസ്റ്റ് ഗ്രൂപ്പായ ആൽക്കലി മെറ്റലുമായി സാമ്യതയും വ്യത്യാസവുമുണ്ട്. 17th ഗ്രൂപ്പായ ഹാലജനുമായി സാമ്യതയും വ്യത്യാസവുമുണ്ട്.
അതുകൊണ്ട് ഈ രണ്ട് ഗ്രൂപ്പിലും ഹൈഡ്രജനെ വെക്കാൻ പറ്റില്ല. ഒരു സെപ്പറേറ്റ് പൊസിഷൻ നൽകി പീരിയോഡിക് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് ആരെ? ഹൈഡ്രജനെ എന്ന് പറഞ്ഞാൽ മതി. ഇതിലെ ക്വസ്റ്റ്യൻ ബി, അക്കൗണ്ട് ഫോർ ദി ഫോളോയിങ്. H2O2 ഈസ് എ ബ്ലീച്ചിങ് ഏജൻറ്റ്. എന്താ അതിൻ്റെ കാരണം? H2O2 ബ്ലീച്ചിങ് ഏജൻ്റ് ആവാൻ കാരണം H2O2 വിഘടിക്കുമ്പോൾ നാസൻ്റ് ഓക്സിജൻ ഉണ്ടാവും. പഠിച്ചു വെക്കണം, നാസൻ്റ് ഓക്സിജൻ. അതുകൊണ്ട് നിങ്ങൾ ബോക്സിൻ്റെ ഉള്ളിലാക്കി വെച്ചാണ്. ഇപ്പം ജനിച്ച കുട്ടിയിൽ നിന്നാണ് നാസൻ്റ് എന്ന് പറഞ്ഞാൽ, ബൈ ബർത്ത്. ആ സമയത്തുണ്ടാവുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചുണ്ടാവുന്ന ഓക്സിജൻ ഹൈലി റിയാക്റ്റീവായ നാസൻ്റ് ഓക്സിജനാണ്. ഇതുണ്ടാവുന്നത് കൊണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന് എന്ത് സ്വഭാവം വരുന്നത്? ബ്ലീച്ചിങ് സ്വഭാവം വന്നത്. അടുത്ത, ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വാട്ടറിനേക്കാൾ കുറവാണ് ഐസിൻ്റെ സാന്ദ്രത. എന്തുകൊണ്ട്? കാര്യം മറ്റൊന്നുമല്ല, വാട്ടർ ലിക്വിഡ് ഫോമിൽ നിന്ന് ഐസായി മാറുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ വാക്കൻറ്റ് സ്പേസ് ഉണ്ട്. ടെട്രാഹെഡ്രൽ അറേഞ്ച്മെൻറ്റ് give a lot of vacant space in ice. Therefore, volume increases. വോള്യം ഇൻക്രീസ് ചെയ്തു, അതിൻ്റെ ഫലമായി ഡെൻസിറ്റി ഡിക്രീസ് ചെയ്തു. അതെങ്ങനെ? ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോള്യം അല്ലേ. വോള്യം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു. ഇതാണ് സംഭവം, പഠിച്ചു വെക്കണം. ഓക്കെ. Question number 10. Hydrogen peroxide restore the color of lead painting. Give a reason. ലെഡ് പെയിൻറ്റിങ്ങിൻ്റെ കളറിനെ പുനരാവിഷ്കരിക്കാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? അതായത് ലെഡ് പെയിൻറ്റിങ്, ചുമരുമലൊക്കെ എഴുതി വെച്ചിട്ടുള്ള നല്ല ചിത്രങ്ങൾ, എഴുത്തുകളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ കാലക്രമേണ അത് മങ്ങലേറ്റിട്ടുണ്ടാവും. ആ മങ്ങലേറ്റ് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അതുപോലെ സ്പ്രേ ചെയ്താൽ മുമ്പത്തെ കളർ തന്നെ തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം അല്ലേ? അത്ഭുതമാവണ്ട, അങ്ങനെ തിരിച്ചു വരും. ആ തിരിച്ചു വരാനുള്ള കാരണം എന്താണ്? ഇതാണ് ഇപ്പോൾ ഇവിടെ ഇതുണ്ട്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിഡൈസിങ് ആക്ഷൻ ഉണ്ട്. ഇറ്റ് ഓക്സിഡൈസ് ബ്ലാക്ക് PbS ടു വൈറ്റ് PbSO4. അത് പഠിച്ചു വെച്ചാൽ മതി. ഇറ്റ് ഓക്സിഡൈസ് ബ്ലാക്ക് PbS. കളറിങ്ങനെ മങ്ങാൻ കാരണം PbS ഉണ്ടാകുന്നതുകൊണ്ടാണ്. ആ PbS ഹൈഡ്രജൻ പെറോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ PbSO4 ആകും. PbSO4 വൈറ്റ് കളറാണ്. അപ്പോൾ മങ്ങൽ പോയിട്ട് നല്ല തെളിച്ചം വരും. റെഡി? അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച് ഫങ്ഷൻ ഫോർ കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് പർപ്പസ്. ഹൈഡ്രജൻ ടോർച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഹൈഡ്രജൻ ടോർച്ച് കട്ടിങ്ങിനും വെൽഡിങ്ങിനും ഉപയോഗിക്കുന്നു. ചില ലോഹങ്ങൾ കട്ട് ചെയ്യാൻ, രണ്ട് ലോഹങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ, വെൽഡിങ്ങിനും കട്ടിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് കാരണം? ഹിയർ ഹൈഡ്രജൻ ആറ്റംസ് ആർ അലോഡ് ടു റീകമ്പൈൻ ഓൺ ദി സർഫസ് ഓഫ് വെൽഡഡ് to generate the temperature of 4000 Kelvin. ഈ അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച് എന്ന് പറയുന്ന ഈ ടോർച്ച് അങ്ങോട്ട് രണ്ട് ലോഹങ്ങൾക്കിടയിലേക്ക് അടിക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവുകയും ആ ഹൈഡ്രജൻ ആറ്റം റീകമ്പൈൻ വീണ്ടും കൂടിച്ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂളായി മാറുന്നു. ഹൈഡ്രജൻ മോളിക്യൂളായി മാറുമ്പോൾ എനർജി, എ ലോട്ട് ഓഫ് എനർജി റിലീസ്ഡ്. This amount of energy is used to weld metal parts. രണ്ട് ലോഹങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ ആ ഹൈ എമൗണ്ട് ഓഫ് എനർജി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ റിയാക്ട് വിത്ത് മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു ഫോം ഹൈഡ്രൈഡ്. മെറ്റലും ലോഹവും അലോഹവുമായി ഹൈഡ്രജൻ പ്രവർത്തിച്ച് ഹൈഡ്രൈഡ് ഉണ്ടാകുന്നു. Elements in which one of the following group or groups of the periodic table do not form hydride. നേരത്തെ പഠിച്ചില്ലേ? ഹൈഡ്രൈഡ് ഉണ്ടാക്കാത്ത 3 ഗ്രൂപ്പുകൾ, 7, 8, 9 ഗ്രൂപ്പുകളാണത്. ഓക്കെ. നെക്സ്റ്റ് ബി, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോവാലൻ ഹൈഡ്രൈഡ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ.
കോവാലൻ്റ് ഹൈഡ്രൈഡ് എത്ര ടൈപ്പ് ഉണ്ട്, അതിന് എക്സാമ്പിൾ ഏതാണ്? 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോൺ പ്രിസൈസ്, വേറൊന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, വേറൊന്ന് ഇലക്ട്രോൺ റിച്ച്. 3 ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതിന് എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ റിച്ചിൽ ലോൺ പെയർ ഇലക്ട്രോണുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇലക്ട്രോൺ പ്രിസൈസിൽ വാക്കൻ്റ് ഓർബിറ്റിൽ, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റിൽ ഇലക്ട്രോൺ കുറവാണ്, അതായത് അതിൽ വാക്കൻ്റ് ഓർബിറ്റിലുണ്ട്, അഷ്ടകം പൂർത്തിയായിട്ടില്ല. അടുത്ത ഇലക്ട്രോൺ പ്രിസൈസ്, അഷ്ടക നിയമം പാലിച്ച് മോളിക്യൂളിൻ്റെ സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ കൃത്യ എണ്ണം, അതായത് 8 ഇലക്ട്രോണുകളുണ്ടാവും. അപ്പോൾ അധികവുമില്ല കുറവുമില്ല. ദാറ്റ് ഈസ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. എക്സാമ്പിളാണ് CH4, SiH4 എക്സെട്ര. ക്ലിയർ? നന്നായി നോക്കി മനസ്സിലാക്കുക. സ്ക്രീനിൽ നോക്കി നോട്ടുകൾ വേണമെങ്കിൽ എഴുതിയെടുക്കാം. വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ അത് ക്ലിയർ ആയതിനു ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എന്തൊക്കെ പറഞ്ഞു? ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും എന്താണെന്ന് പറഞ്ഞു. ഹാർഡ് വാട്ടർ സോപ്പ് പതയാത്ത വാട്ടറാണ്. സോഫ്റ്റ് വാട്ടർ സോപ്പ് പതയുന്ന വാട്ടറാണ്. റിവർ വാട്ടറും പോണ്ട് വാട്ടറും വെൽ വാട്ടറും എല്ലാം ഏതിൽപ്പെടും? സോഫ്റ്റ് വാട്ടറാണ്. എന്നാൽ കടൽ വെള്ളം ഹാർഡ് വാട്ടറാണ്. ഹാർഡ് വാട്ടറിന് 2 തരമുണ്ട് ഹാർഡ്നെസ്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്സും മറ്റൊന്ന് പെർമനൻ്റ് ഹാർഡ്നെസ്സും. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ബോയിൽ ചെയ്താൽ, തിളപ്പിച്ചാൽ ആ ഹാർഡ്നെസ് ഇല്ലാതാകും. പെർമനൻ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാൽ പോവാത്ത ഹാർഡ്നെസ്സാണ്. നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, അതിന് കാരണമുണ്ട്. അത് ഞാൻ പറഞ്ഞു, ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം മഗ്നീഷ്യമാണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഹൈഡ്രൈഡാണ്. 3 ടൈപ്പ് ഹൈഡ്രൈഡ് ഉണ്ട്. മോളിക്കുലാർ ഹൈഡ്രൈഡ്, അയോണിക് ഹൈഡ്രൈഡ്, മെറ്റാലിക് ഹൈഡ്രൈഡ്. എക്സാമ്പിൾ പറഞ്ഞു, അതെന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, അതോടൊപ്പം അതിൻ്റെ സ്ട്രക്ചർ, അതായത് ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. റെഡി? എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്റ്റോർ ചെയ്യുന്നത്? ഏതിൽ? ഡാർക്ക് ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാൻ കാരണം എന്താണ്? പറഞ്ഞില്ലേ? അതേപോലെ മറ്റൊന്ന് ഹൈഡ്രൈഡ് ഗ്യാപ്പ്, അതായത് പീരിയോഡിക് ടേബിളിലെ 7, 8, 9 ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് ഹൈഡ്രൈഡ് ഉണ്ടാക്കാത്തത് കൊണ്ട് 7, 8, 9 ഗ്രൂപ്പുകളെ ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, ആവർത്തിക്കാം, എഴുതി പഠിക്കാം, വീണ്ടും റിവൈസ് ചെയ്യാം. അങ്ങനെ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ഭാഗമാണ് നമ്മളിപ്പം എടുത്തത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ 2ാമത്തെ പാർട്ട് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.